തൊമ്മൻകുത്തിൽ എന്തിനാണ് കുരിശ് തകർത്തത്? തൊമ്മൻകുത്തിൽ വനപാലകർ കുരിശ് പിഴുതു മാറ്റിയ പ്രദേശം മുഴുവൻ വനഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ റവന്യൂ വകുപ്പിൻ്റെ സഹായത്തോടെ അണിയറയിൽ നടക്കുകയാണ്. ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന വിധത്തിലേക്ക് ആ പ്രശ്നം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മതസ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള കിരാത നടപടികളാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് കുരിശ് പിഴുതു മാറ്റി കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ആ രംഗങ്ങൾ കാണുമ്പോൾ വടക്കൻ സംസ്ഥാനങ്ങളിൽ എവിടെയോ നടന്ന സംഭവമാണെന്ന തോന്നലായിരിക്കും ആദ്യമുണ്ടാവുക. കാരണം കേരളത്തിൽ അത്തരം കാഴ്ചകൾ പതിവുള്ളതല്ല. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട വണ്ണപ്പുറം പഞ്ചായത്തിലെ തൊമ്മൻകുത്ത് സെൻറ് തോമസ് ദേവാലയത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള നാരങ്ങാനത്ത് കുരിശിൻ്റെ വഴി നടത്തുന്നതിനായി സ്ഥാപിച്ച കുരിശാണ് വനപാലകർ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് തകർത്തത്. തൊമ്മൻകുത്ത് ഇടവക വികാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റം ഉൾപ്പെടെ 18 പേരെ പ്രതികളാക്കി വനംവകുപ്പ് കേസെടുക്കുകയും ചെയ്തു. കാളിയാർ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അരങ്ങേറിയത്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചിട്ടും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ആ പ്രദേശം വനഭൂമിയാണെന്ന് ചിത്രീകരിക്കാനുള്ള റിപ്പോർട്ടുകളും തട്ടിക്കൂട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊമ്മൻകുത്തിൽ നിന്നും 1.5 കിലോമീറ്ററാണ് നാരങ്ങാനത്തേക്കുള്ള ദൂരം. ദേവാലയത്തിന് ഒരു ഇടവക്കാരൻ സംഭാവനയായി നൽകിയ 5 സെൻറ്റ് സ്ഥലത്താണ് കുരിശ് നിർമ്മിച്ചത്. കഴിഞ്ഞ 40-ാം വെള്ളിയാഴ്ചയാണ് കുരിശ് ആശീർവദിച്ചത്. അന്ന് ഇടവകയിലെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അവിടേക്ക് കുരിശിൻ്റെ വഴി നടത്തുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് രാവിലെ നോട്ടീസ് പോലും നൽകാതെ രഹസ്യമായി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം കുരിശ് പിഴുതുമാറ്റുകയായിരുന്നു. വിവരമറിഞ്ഞ് വിശ്വാസികൾ എത്തിയപ്പോഴേക്കും കുരിശുമായി ഉദ്യോഗസ്ഥർ സ്ഥലം വിട്ടിരുന്നു. വനഭൂമി കയ്യേറി കുരിശ് നിർമ്മിച്ചു എന്ന വിധത്തിൽ വ്യാപകമായ പ്രചാരണം നൽകാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. കുരിശ് പിഴുതുമാറ്റിയിട്ടും വിശ്വാസികൾ പ്രതിഷേധിക്കാതിരുന്നത് അതുകൊണ്ടാണെന്ന ധാരണ പരത്താനും കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ആരെയും അറിയിക്കാതെ രഹസ്യമായി നടത്തിയ നടപടിയായിരുന്നതിനാലാണ് ആ സമയത്ത് പ്രതിഷേധം ഉയരാതിരുന്നത്. കുരിശ് പിഴുതെറിഞ്ഞ സ്ഥലത്തേക്ക് ദുഃഖവെള്ളിയാഴ്ച തൊമ്മൻകുത്ത് ഇടവകയുടെ നേതൃത്വത്തിൽ കുരിശിൻ്റെ വഴി നടത്തുകയും ചെയ്തു. കുരിശിൻ്റെ വഴി തടയാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും ബലപ്രയോഗത്തിന് അവർ മുതിർന്നില്ല. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ വിൻസെൻ്റ് നെടുങ്ങാട്ട്, രൂപത ചാൻസലർ റവറൻ ഫാദർ ജോസ് കുളത്തൂർ, ഇടവകാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റം തുടങ്ങിയവർ നേതൃത്വം നൽകി. സമീപ ഇടവകളിൽ നിന്നുള്ള വിശ്വാസികളും കുരിശിൻ്റെ വഴിയിൽ പങ്കുചേർന്നു. വനം വകുപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ജണ്ട എന്ന് പറയുന്നത് വനഭൂമി വേർതിരിക്കാനായി വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള അതിർത്തിയാണ്. ആ ജണ്ട തന്നെയാണ് ഈ സ്ഥലം വനഭൂമിയല്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാന തെളിവ്. 132 കോടി രൂപ അടങ്കൽ തുക വകയിരുത്തി 27 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നെയ്യശ്ശേരി റോഡിനോട് ചേർന്ന് ജണ്ടയിൽ നിന്നും 700 മീറ്റർ മാറി റോഡിനോട് ചേർന്നാണ് കുരിശ് സ്ഥാപിച്ചിരുന്നത്. ജണ്ടയ്ക്കും കുരിശിനുമിടയിൽ പട്ടയമുള്ളതും പട്ടയത്തിനുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുന്നതുമായ 2 സ്ഥലങ്ങളുണ്ട്. അവ രണ്ടും മറികടന്നാണ് ഈ സ്ഥലം വനം വകുപ്പിൻ്റേതാണെന്ന് വിചിത്രവാദം ഉന്നയിച്ച് കുരിശ് പിഴുതു മാറ്റിയത്. വണ്ണപ്പുറം പഞ്ചായത്തിലെ 6-ാം വാർഡിൽപ്പെടുന്ന 425-ാം നമ്പർ വീടിൻ്റെ ഉടമസ്ഥനാണ് തൻ്റെ വീടിനോട് ചേർന്നുള്ള 5 സെൻറ്റ് സ്ഥലം ദേവാലയത്തിന് നൽകിയത്. ഈ ഭാഗത്ത് തന്നെ 30 ക്രൈസ്തവ കുടുംബങ്ങൾ താമസിച്ചു വരുന്നു. 2016-ലാണ് ഈ സ്ഥലം ഇപ്പോഴത്തെ ഉടമസ്ഥൻ വാങ്ങിയത്. അതിൻ്റെ രേഖകളും കൈവശമുണ്ട്. കായ്ഫലമുള്ള തെങ്ങുകളും പ്ലാവും മറ്റ് കൃഷികളുമൊക്കെ ഇതിനോടുള്ള ഭൂമിയിലുണ്ട്. കുരിശ് പിഴുതെടുത്തതിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് വിശ്വാസികൾ. ഇതിൻ്റെ ഭാഗമായി നാരങ്ങാനത്ത് താമസിക്കുന്നവർ അവരുടെ വീട്ടുമുറ്റത്ത് കുരിശ് നാട്ടി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. ഇതോടൊപ്പം തടസ്സപ്പെട്ട് കിടക്കുന്ന പട്ടയ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്യായമായ ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വണ്ണപ്പുറം പഞ്ചായത്തിലെ പട്ടയമുള്ളതും പട്ടയ നടപടികൾ പൂർത്തിയാക്കിയതും വനം വകുപ്പ് ജണ്ട കെട്ടി തിരിച്ചതിന് പുറത്തുമുള്ള 4005 ഏക്കർ ഭൂമി വനഭൂമിയാണെന്ന റിപ്പോർട്ട് വില്ലേജ് ഓഫീസർ നൽകിയതാണ് ഒടുവിൽ സംഭവിച്ചത്. വനഭൂമിയിലാണ് കുരിശു നിന്നിരുന്നതെന്ന വാദം നിലനിൽക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ആ ഉദ്യോഗസ്ഥനെ രക്ഷിച്ചെടുക്കാൻ റവന്യൂ വകുപ്പിൻ്റെ സഹായത്തോടെ നടത്തുന്ന കള്ളക്കളിയുടെ ഭാഗമാണ് ഈ റിപ്പോർട്ട് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ജനങ്ങളറിയാതെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഈ വിധത്തിലുള്ള പരിശോധന വില്ലേജ് ഓഫീസർ നടത്തിയതെന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. കുരിശ് തകർത്തതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നിരുന്നു. നോട്ടീസ് പോലും നൽകാതെ കുരിശ് പിഴുതു മാറ്റിയതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ മറുപടി പറയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ല.
വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിവരുന്ന ജനദ്രോഹപരമായ പ്രവർത്തനങ്ങളുടെ ഒരു ഉദാഹരണമാണ് നാരങ്ങാനത്ത് സംഭവിച്ചത്.